Hi everyone, welcome back to English Ladder. I am Sruthy, Dhanesh with you. Food എന്ന് പറയുന്നത് it's an inevitable part of our life. അല്ലേ, നമുക്ക് ഒരുപാട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാറുണ്ട് ഇല്ലേ. ഇതിനൊക്കെ എവിടെയോ ഒരു ബ്രേക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് കറക്റ്റായിട്ട് നിൻ്റെ ഐഡിയ കൺവേ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഇല്ലേ. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു 10 phrases റിലേറ്റിംഗ് ടു ഫുഡ് ആണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞാൻ പറഞ്ഞു അല്ലേ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ടൈം കേൾക്കുന്നതുമാകാം. എന്താണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് ടേംസും ഫ്രേസസും ഒക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ വൊക്കാബുലറിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതൊക്കെ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം എൻ്റെ ഫസ്റ്റ് ഫ്രേസ് എന്ന് പറയുന്നത് ഐ ആം ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഐ ആം ഫുൾ, വയറ് നന്നായി നിറഞ്ഞു, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നതാണ് ഐ ആം ഫുൾ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഐ ആം ഫുൾ കാരണം എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ കഴിച്ചു, ഇനി എനിക്ക് ആവശ്യമില്ല, ഇത്രയും ഫുഡ് മതി, എനിക്കുള്ളതായി. അതിനെയാണ് നമ്മൾ ഐ ആം ഫുൾ എന്ന് പറയുന്നത്. ഓക്കെ, മൈ സെക്കൻഡ് ഫ്രേസ് ഇസ് ഐ ആം സ്റ്റഫ്ഡ്. ഐ ആം സ്റ്റഫ്ഡും ഐ ആം ഫുള്ളും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എന്താണെന്നല്ലേ ഡിഫറൻസ്? സ്റ്റഫ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും കുത്തി കയറ്റുമായിരുന്നു, എന്നെക്കൊണ്ട് ഇനി പറ്റില്ല, ഒരിച്ചിരി പോലും കഴിക്കാൻ പറ്റില്ല, ഒരു എക്സ്ട്രയും കഴിക്കാൻ പറ്റില്ല എന്ന് പറയും അല്ലേ. അതാണ് സ്റ്റഫ്ഡ് എന്ന് പറയുന്നത്. ഒരുപാട് കഴിച്ചു, ഇനി ഒരു ഒട്ടും സ്പേസ് ഇല്ല എൻ്റെ വയറ്റിൽ, ഇനി എനിക്ക് കഴിക്കാനേ പറ്റില്ല. അതാണ് ഐ എം സ്റ്റഫ്ഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് തമ്മിൽ ഇത്രയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, എന്നാലും രണ്ട് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന ഫ്രേസസ് തന്നെയാണ് ഇത്. ഇനി തേർഡ് ഫ്രേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഐ എം സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം വേണം, ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് ഹാവ് സംതിങ്, ഐ എം സ്റ്റാർവിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് വല്ലതും ഭക്ഷണം കഴിക്കണം എന്നതാണ് ഐ എം സ്റ്റാർവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലെറ്റ്സ് ഗ്രാബ് എ ബൈ ടു ഈറ്റ്. ലെറ്റ്സ് ഗ്രാബ് എ ബൈ ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ബൈറ്റ് എന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് ഫുഡാണ് കേട്ടോ. വല്ലതും പോയി കഴിക്കാം, ലെറ്റ്സ് ഹാവ് എ ബൈ ടു ഈറ്റ്. നമുക്ക് പോയി വല്ലതും ഭക്ഷണം കഴിച്ചാലോ, ഷാൽ വി ഗോ ഔട്ട് ആൻഡ് ഈറ്റ് സംതിങ്, അതാണ് ലെറ്റ്സ് ഹാവ് എ ബൈറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി ഫിഫ്ത്ത് വൺ, നമ്മൾ റെസ്റ്റോറൻറ്റ്സിലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഔട്ടിങ് പോയി കഴിയാൻ നേരത്ത് നമ്മളിങ്ങനെ മെനു ഒക്കെ നോക്കി കഴിയാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ വിൽ ഹാവ് എന്ന് പറയാൻ പറ്റും. എന്താണ്? ഐ വിൽ ഹാവ് എ കപ്പ് ഓഫ് ടീ പ്ലീസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഐ വിൽ ഹാവ് യൂസ് ചെയ്ത് വേണം നമ്മൾ ഫുഡ് ആഡ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എന്താണോ പറയാനുള്ളത് അത് നമുക്ക് അതിലൂടെ പറയാനും സാധിക്കും. ഇനി മൈ സിക്സ് ഫ്രേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഡ് വി ഹാവ് ദ ചെക്ക് പ്ലീസ്. കുഡ് വി ഹാവ് ദ ചെക്ക് പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ സാധാരണ എന്താ പറയാറുള്ളത്? ബില്ല് എടുത്തോളൂ എന്നല്ലേ. ഇങ്ങനെയല്ല പറയേണ്ടത് കേട്ടോ. കുഡ് വി ഹാവ് ദ ചെക്ക് പ്ലീസ് എന്ന് വേണം ഇനി പറയാനായിട്ട്. ബില്ല് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബില്ല് തന്നോളൂ, ഞാൻ പേ ചെയ്തിട്ട് പോകാം എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി സെവൻത് ഫ്രേസ് എന്താണെന്നറിയോ? കുഡ് വി ഹാവ് അനദർ ഹെൽപ്പിംഗ് ഓഫ്. ഇത് അത്ര ഫെമിലിയർ അല്ല അല്ലേ. അനദർ ഹെൽപ്പിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? അനദർ സെർവിങ് ഓഫ്. എനിക്ക് ഒരു പോർഷൻ കൂടെ വേണം, അതെനിക്ക് പ്രൊവൈഡ് ചെയ്യാമോ എന്നതാണ് കുഡ് വി ഹാവ് അനദർ ഹെൽപ്പിംഗ് ഓഫ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. കുഡ് വി ഹാവ് അനദർ സെർവിങ് ഓഫ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി എയ്ത്ത് ഫ്രേസ് എന്താണെന്നറിയോ? നമുക്ക് ഫ്രണ്ട്സുമായിട്ട് വെളിയിൽ പോകണം. അപ്പം നമ്മൾ കോൾ ചെയ്ത് അവരോട് ചോദിക്കുവാണ്, ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിന്നറിന് വെളിയിൽ പോവാം എന്നതാണ് മീൻ ചെയ്യുന്നത്. എന്താണെന്നല്ലേ? ഹൗ അബൌട്ട് ഈറ്റിംഗ് ഔട്ട് ടു നൈറ്റ്? എങ്ങനെയുണ്ട്, നമുക്ക് വെളിയിൽ പോയി ഭക്ഷണം കഴിച്ചാലോ, ഇന്ന് രാത്രി ഒരു ചേഞ്ചിന് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് ഓപ്റ്റ് ചെയ്താലോ എന്നതാണ് ഈ ഫ്രേസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഹൗ അബൌട്ട് ഈറ്റിംഗ് ഔട്ട് ടു നൈറ്റ്. അപ്പം തീർച്ചയായും ഇനി വിളിക്കുമ്പോൾ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെ ചോദിക്കാൻ നേരത്ത് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ നയൻത്ത് ഫ്രേസ് എന്താണെന്നറിയാമോ? ഭയങ്കര ഈസിയാണ്. നമ്മളെ ഫുഡ് എന്തായിട്ട് പറയും? നമുക്കൊരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് ആ സാധനത്തിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര യമ്മി ആയിരുന്നു എന്നൊക്കെ തോന്നി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈസിയാണ്. എന്താണെന്നറിയോ? ഡെലീഷ്യസ് എന്ന് പറയുന്ന വേർഡ്. ദ സൂപ്പ് ഇസ് ഡെലീഷ്യസ് നമുക്ക് പറയാൻ പറ്റും. ഫുഡിനെ എപ്പോഴും നമുക്ക് അഡ്ജക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് ഡെലീഷ്യസ് എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടു, ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വേർഡ് യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി എൻ്റെ 10th ഫ്രേസ് എന്താണെന്നല്ലേ? സിമ്പിളാണ്,
എന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് വൺ ആണല്ലോ, അപ്പോൾ തീർച്ചയായും സിമ്പിൾ തന്നെ ആയിരിക്കണം. എന്താണെന്നറിയോ? ഐ ഹാവ് ബോട്ട് സം സ്നാക്സ്. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? സിമ്പിൾ അല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന്. അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ 10 phrases ആണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് കോൺവെർസേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ചോദിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് അല്ലേ? അപ്പോൾ തീർച്ചയായും ഇതൊക്കെ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. വൊക്കാബുലറി നമുക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഡെഫിനറ്റ്ലി മറ്റൊരു വീഡിയോയുമായി ഇംഗ്ലീഷ് ലാഡർ നിങ്ങൾക്കൊപ്പം വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ, ശ്രുതി.